ഹായ് മക്കളെ, ഇന്നലെ മുതൽ NTA നീറ്റ് റിസൾട്ട് വന്നപ്പോൾ തൊട്ട് കുറെ കോൺട്രവേഴ്സി, സ്കാം, അതിൻ്റെയൊക്കെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും മാത്രവുമല്ല അതിനെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും അതിന് മുമ്പോട്ടിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം നടന്ന അന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുമായി കുട്ടികൾ പുറത്തിറങ്ങി അന്നേ ഒരു കോൺട്രവേഴ്സി ആരംഭിച്ചതാണ്. എക്സാം പേപ്പർ അതിന് മുമ്പേ കിട്ടിയെന്ന് കുറേ ഡിസ്കഷനുകൾ കാര്യങ്ങളൊക്കെ നടന്നു. അത് കഴിഞ്ഞ് ഇന്നലെ റിസൾട്ട് വന്നൊരു ദിവസം, ഒരിക്കലും വരാൻ പറ്റാത്തൊരു ദിവസം അല്ലേ സാർ? ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ ഡേയിൽ ഒരിക്കലും റിസൾട്ട് വരിക. അപ്പം മീഡിയ ടോട്ടലി അതിന്റെ പിന്നാലെ ആയിരിക്കും ഇനി ഒരാഴ്ച എന്ന് എക്സാക്ട്ലി അറിയാം. അപ്പൊ ആ ഒരു ദിവസം തന്നെ എന്ത് ചെയ്യുന്നു, റിസൾട്ട് വരുന്നു. ഇനി അത് വന്നു കഴിഞ്ഞല്ലേ സാറേ? അല്ല, അത് മാത്രല്ല, പിന്നെ മോഡിഫൈഡ് കീ അതിന് 24 മണിക്കൂർ ആയിട്ടില്ല പബ്ലിഷ് ചെയ്തിട്ട്. മോഡിഫൈഡ് കീ പബ്ലിഷ് ചെയ്ത് 24 മണിക്കൂറിന്റെ മുമ്പേ ഇത്ര ധൃതിപ്പെട്ട്, കാരണം 5th ജൂൺ എന്ന് പറയുന്നത് ഏറെ കാലമായിട്ട് പിന്നെ ഓരോ ഇന്ത്യനും വെയിറ്റ് ചെയ്യുന്ന ഇലക്ഷൻ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ്. നാഷണൽ മീഡിയ, സ്റ്റേറ്റ് മീഡിയ എല്ലാവരും അതിന്റെ പിന്നാലെ. അതിന്റെ ഇടയിൽ ആരും അറിയാതെ അതിന്റെ ഇടയിൽ കൂടെ എന്തുകൊണ്ട് ഈ റിസൾട്ട്, നീറ്റ് റിസൾട്ട് അതിന്റെ ഇടയിൽ കൂടെ കയറ്റി കൊടുത്തു എന്നുള്ളത് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി സ്കോർ വന്നപ്പോൾ 718-19, ലൈക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരിക്കലും 718-19 വരാൻ പറ്റില്ല. അപ്പം അത് പറഞ്ഞൊരു ആ പ്രശ്നം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ആ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്തൊന്നും പറയാതെ അത് ആളുകൾ ഐഡന്റിഫൈ ചെയ്ത് അതൊരു വിഷയമാകുന്നെന്ന് തോന്നുന്ന സമയത്ത് രാത്രി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഒരു ട്വീറ്റ്, ലൈക്ക് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറെ അതിലേക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ട് ഒരു ട്വീറ്റ് ചെയ്യുക, പിന്നീട് റെസ്പോൺസ് ഇല്ലാതിരിക്കുക. അതിൽ എങ്ങനെ അത് ചെയ്തു എന്നോ, അത് എന്തുകൊണ്ട് അത് ചെയ്തു എന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് 718-19 അവർ കാൽക്കുലേറ്റ് ചെയ്തെന്നോ, അല്ലെങ്കിൽ അത് ആർക്കൊക്കെ കൊടുത്തു, എത്ര പേർക്ക് അങ്ങനെ മാർക്കിന് അഡ്വാൻറ്റേജസ് കിട്ടി, ഏതൊക്കെ സെന്ററുകളിൽ കിട്ടി, അങ്ങനത്തെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താതെ ഒരൊറ്റ ഇതിൽ എന്ത് ചെയ്തു, ട്വീറ്റിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പം ഇത്രയും കോൺട്രവേഴ്സീസ് എന്താണ് ഈ പറഞ്ഞ പോലെ. പിന്നെ മാർക്കിന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡിസ്പാരിറ്റിയാണ് അത്രയും അധികം ആളുകൾക്കുള്ളത്. ഇനി ഒരു സെന്ററിൽ തന്നെ എക്സാം എഴുതിയതിൽ 8ഓളം പേർക്ക് ഫസ്റ്റ് റാങ്ക്, ഫുൾ മാർക്ക്. ഇനി അതേ സെന്ററിൽ തന്നെയാണ് 718-19 ഒക്കെ വന്നിട്ടുള്ളത്, ഹരിയാനയിലുള്ള ഒരു സെന്ററിൽ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്? NTA തന്നെ അവരുടെ പ്രസ് റിലീസിൽ കൊടുത്തിട്ടുള്ള അവരുടെ ടോപ്പ് 100 റാങ്ക്സിന്റെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 60 സീരിയൽ നമ്പർ 62 മുതൽ 69 വരെയുള്ള കുട്ടികളാണ് ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള. അതിലേക്കാണ് സാർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, അത് സാർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണം അതിലേക്ക് വരും. അപ്പം അത് ഈ പറഞ്ഞ പോലെ എന്താണ്, ഈ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങൾ ഒരൊറ്റ നീറ്റ് റിസൾട്ടിൽ വരികയാണ്. അപ്പം ആദ്യം സാർ ഈ 718-19 അതൊന്ന് കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് ആ ഒരു സെന്ററിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു. എന്താണ് സാർ അതിനകത്തുള്ളൊരു 718-719 മാർക്ക് കണ്ടിട്ട് കുട്ടികൾ മാത്രമല്ല, ഇക്കാലം അത്രയും നീറ്റ് കോച്ചിങ് കൊടുക്കുന്ന ടീച്ചേഴ്സ് അടക്കം ഒരുപോലെ അത്ഭുതപ്പെട്ടിരിക്കുക. എന്താ സംഭവം ഒരു നിലക്ക് മനസ്സിലാവില്ല. കാരണം 720 കഴിഞ്ഞാൽ തൊട്ടടുത്ത മാർക്കിനുള്ള ചാൻസ് 716 ആണ്. 715 ഒരു റോങ് ആൻസർ ആണെങ്കിൽ 715. ഇതിന് പകരം 719-ഉം 718-ഉം ഇതുവരെ ഇല്ലാത്ത ഒരു ചരിത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും NTA ചെയ്യേണ്ടത് എന്തായിരുന്നു? അവര് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒരു വിശദീകരണം അവർ തരേണ്ടതായിരുന്നു. കാരണം ഇങ്ങനെയും കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ അവരെന്താ ചെയ്ത്, ഒരു പ്രസ് റിലീസ് അല്ല അവർ ചെയ്ത്, അവര് ട്വീറ്റ് ചെയ്ത്. അതാണോ ശരിക്കും ഈ കുട്ടികളിലേക്ക് എത്തേണ്ട കാര്യം? അങ്ങനെയാണോ? ഒരിക്കലുമല്ല. മാത്രല്ല അതിലെന്താ അവർ പറഞ്ഞത്, അവർക്ക് 3 മണിക്കൂറും 20 മിനിറ്റും കിട്ടേണ്ട ആ കുട്ടികൾക്ക് അത്ര സമയം ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. എങ്ങനെ 2 കുട്ടികൾക്ക് മാത്രമാണോ ഈ പ്രശ്നം ഉണ്ടാവുക? എത്ര കുട്ടികൾക്ക് അതുണ്ട് എന്നുള്ളത് വ്യക്തമാക്കണം. ഇല്ല, ഇപ്പൊ വേറെയും കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെ നമുക്കറിയില്ല. പിന്നെ ഇനി കേസ് കൊടുത്തവർക്ക് മാത്രമാണോ കിട്ടിയത്? അല്ല, അത് ഇവരുടെ ട്വീറ്റിൽ ഒരു അതാണ് സ്പെസിഫൈ ചെയ്തത്. ഇതിങ്ങനെ കേസ് കൊടുത്തവർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. സാറേ, ഇപ്പൊ ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യുമ്പോൾ ചാലഞ്ച് ചെയ്തവർക്ക് മാത്രമാണോ അതിന് ബെനിഫിറ്റ് കിട്ടേണ്ടത്? അതെല്ലാവർക്കും അല്ലേ കൊടുക്കേണ്ടത്? അപ്പൊ ഇനി അങ്ങനെ അല്ലാത്ത എത്ര സെന്ററുകളിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്? അപ്പൊ ഇത് ഒരു സെന്റർ ആണോ? എത്ര സെന്ററുകൾ ഉണ്ട്? എത്ര കുട്ടികളാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്? ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി NTA തരണമായിരുന്നു. NTA ആ ഒരു കാര്യത്തിൽ പറയാതെ വയ്യ, വളരെ മോശം ഒരു റെസ്പോൺസ് ആണ് NTA ഭാഗത്ത് ഉണ്ടായതെന്നുള്ളതിൽ ഒരു സംശയമില്ല ഒരിക്കലും. കാരണം നമുക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് വല്ലാതെ അങ്ങ് മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു എക്സാം അത്. ഇപ്പോ സാർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ തവണ, കാരണം ഇന്നലെ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അത് ഒരു 555 എക്സാമ്പിൾ ആയിരുന്നു പറഞ്ഞത്. സാറിന് ഓർക്കുന്നത് 555 മാർക്ക് കിട്ടിയ കുട്ടിക്ക് കഴിഞ്ഞ വർഷം 60,000 റാങ്ക് വന്നെങ്കിൽ ഈ വർഷം വന്നത് 1,34,000. ഇനി 700 മാർക്കിന്റെ ഒരു എക്സാമ്പിൾ പറയാം.
ലാസ്റ്റ് ഇയറിൽ 700 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ റാങ്ക് 324 ആയിരുന്നു. സ്വാഭാവികമായിട്ടും 700 മാർക്ക് കിട്ടിയ കുട്ടികൾ ഒരാളല്ല ഉണ്ടാവുക, അതുകൊണ്ട് ഒരു 324 മാത്രമാവില്ല ഉണ്ടാവുക. തീർച്ചയായിട്ടും 324 700 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് 324 ആയിരുന്നു. ഈ വർഷം 700 മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഒരു കുട്ടിയുടെ റാങ്ക് ഞാൻ കണ്ടത് 2150 ആണ്. സ്വാഭാവികമായിട്ട് 2300 വരെ അത് വാരി ചെയ്യും. കാരണം അതിന് മാത്രം കുട്ടികൾക്ക്, കാരണം 720 തന്നെ 67 കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ 700 മാർക്കുള്ള കുട്ടികളുടെ എണ്ണം സ്വാഭാവികമായിട്ടും വളരെ കൂടുതൽ. അപ്പൊ നമ്മുടെ കുട്ടികൾ അങ്ങനെയൊക്കെ മുന്നേറിയിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരുപാട് കൺഫ്യൂഷൻസ് ബാക്കി വെച്ചിട്ടാണ് NTA പിന്നെ ഇത് കുട്ടികളെ ഒരുപാട് കൺഫ്യൂഷനിലേക്ക് തള്ളി വിട്ടുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് വന്നത് എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഹരിയാന സെന്ററിലാണ് ഈ ഒരു ഡിസ്കഷൻ ഇപ്പൊ വരുന്നത്. അതല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ഒരേ സെന്ററിൽ എഴുതിയ 8 കുട്ടികൾ ഫസ്റ്റ് റാങ്കും അതില് ഈ പറയുന്ന 2 പേരും 718 19 അതേ സെന്ററിലാണ്. അതായത് അവരുടെ റോൾ നമ്പേഴ്സ്, കാരണം 100 കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ആണ് NTA എല്ലാവർക്കും വേണ്ടിയിട്ട് പുറത്തുവിട്ട്. ആ 100 കുട്ടികളിൽ നിന്നാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. 62 മുതൽ 69 വരെയുള്ള അതിലെ 68ഉം 69ഉം ആണ് നമ്മൾ ഈ പറയുന്ന 719ഉം 718 ബാക്കി 6 പേരും ഫസ്റ്റ് റാങ്ക് 720 ഇവരുടെ റോൾ നമ്പേഴ്സിന്റെ ഒരു വേരിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പരമാവധി 450 ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അത് 450ന്റെ ഉള്ളിലാണ് ഈ കുട്ടികളൊക്കെ. ഒരു എക്സാം സെന്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500-ലധികം കുട്ടികൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട്, ഇവരുടെ ഒക്കെ പേരുകൾ ശ്രദ്ധിച്ചാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിന്റെ മുകളിലും താഴെയുള്ള പേരുകൾക്കൊക്കെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഉണ്ട്. ഇവർക്ക് ഫസ്റ്റ് നെയിം മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം സാർ, ഈ പേപ്പർ ലീക്കിന്റെ ഡിസ്കഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതിപ്പം 24 ലക്ഷത്തോളം പേരാണ് ഈ പരീക്ഷ എഴുതുന്നത്, ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പേപ്പർ എല്ലാം പ്രിന്റ് അടിക്കുന്ന പ്രസ്സുകളിൽ നിന്നാണ് 24 ലക്ഷം പ്രിന്റ് വരുന്നത്. പിന്നെ 13ഓളം ലാംഗ്വേജിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പല പേപ്പറുകൾ 4ഓളം പേപ്പറൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അത് മലയാളികളായ നോർമൽ ആളുകളാണ് മലയാളത്തിലേക്ക് മാറ്റുന്നതും. ഇവിടുന്നുള്ള ആളുകളെയാണ് പലരെയും കൊണ്ടുപോകാറുള്ളത്. ഈ പറഞ്ഞ ഹിന്ദിയിൽ നിന്നും അവിടുന്ന് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അങ്ങനെ തന്നെയാണ് ട്രാൻസ്ലേറ്റ്. അല്ലാതെ ഹിന്ദിക്കാർക്കെന്തായാലും മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. എന്നിട്ട് ആ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് വീണ്ടും ഇംഗ്ലീഷിലേക്ക്, മീൻസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ലൈക് ഡബിൾ ട്രാൻസ്ലേഷൻ ആണ് നടത്തുന്നത്. ഈ പോയിന്റുകളിലൊക്കെ വെച്ചിട്ട് എവിടെ വെച്ച് വേണേലും എന്ത് ചെയ്യാം, ലീക്ക് ആവാം. അറ്റ്ലീസ്റ്റ് ഇത് ആളുകൾ അതിനകത്ത് നന്നായിട്ട് മാൻ ഇൻവോൾവ്മെന്റ് നന്നായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഈ പ്രസ്സും കാര്യങ്ങളുമായിട്ട് മാൻ ഇൻവോൾവ്മെന്റ് നന്നായിട്ടുണ്ട്. ഇനി ഇത് ഓൺലൈനായിട്ട് നടത്താവുന്ന എക്സാം ആണ്. ലൈക്ക് ജെഇ മെയിൻ പോലെ തന്നെ ഓൺലൈൻ ആകുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ ത്രൂ ഇത് വരികയും ചെയ്യും. അതിലൊക്കെ പോയില്ലെങ്കിൽ ഈ ആളുകൾ എടുത്തുന്നത് ലീക്ക് ആവല്ലോ. അതെ, അതൊക്കെയാണ് ലൈക്ക് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു എന്നൊക്കെ പറയുന്ന കുറെ ഇൻസിഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് ആദ്യം തൊട്ട് തന്നെ. അപ്പം ഇത്രയും അധികം മാർക്കുകൾ ഒരു സെന്ററിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായും ലൈക്ക് ആളുകൾക്ക് ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിസ്കഷൻ വരാൻ വേണ്ടി പറ്റും. അറ്റ്ലീസ്റ്റ് ഈ ഹരിയാനയിൽ ഈ ഒരു സെൻട്രൽ ഇത്രത്തോളം മാർക്ക് വന്നതിനെ കുറിച്ചെങ്കിലും കൃത്യമായി എന്ത് ചെയ്യേണ്ടി വരും, ഒരു എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യാൻ വേണ്ടി വരും. ആൻഡ് ഇതൊരു ഓഫ്ലൈനിൽ നിന്നൊരു ഓൺലൈനിലേക്ക് മാറ്റുന്നതാണ് വളരെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അറ്റ്ലീസ്റ്റ് ആ ഈ പറഞ്ഞൊരു ലീക്കിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇത്രയും പ്രോസസ്സുകളിലൂടെ കടത്തി വിടാണ്ട് ലൈക്ക് ഓൺലൈൻ എക്സാം എന്നുള്ള രീതിയിലേക്ക് തന്നെ എന്ത് ചെയ്യുക, ഇത് തീർച്ചയായിട്ടും ആ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കണം ഏറ്റവും അതായത് ഇനി ഫ്യൂച്ചറിൽ എന്തായാലും എന്ത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി ഈ ഒരു മൊമെന്റിൽ പറയുകയാണ്. ഇനി സാറിന് ബാക്കിയുള്ള കാര്യങ്ങൾ, സാർ ഈ ഒരു കോൺട്രവേഴ്സിയിൽ സാറിന് തോന്നുന്ന കാര്യങ്ങളും ലൈക്ക് ഇന്ത്യയോടുള്ള റിക്വസ്റ്റിലേക്കാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും എനിക്കിതിൽ ബേസിക്കലി പറയാനുള്ളത് ഒരുപാട് കൺഫ്യൂഷൻസ് അവശേഷിച്ചുകൊണ്ടാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഈ കൺഫ്യൂഷൻസ് NTAക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി എക്സാം എഴുതിയ കുട്ടികൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ NTA ബാധ്യസ്ഥരാണ്. അത് നിർബന്ധമായിട്ട് NTA അത് ചെയ്തിരിക്കണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. കാരണം അത് ഓരോ കുട്ടിയുടെയും അവകാശമാണ് സാറേ. എക്സാം എഴുതിയ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതിയ എക്സാമിനെ കുറിച്ച് അത് വളരെ ജെന്യൂൻ ആയിട്ടാണ് നടന്നതെന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒരു എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ അവകാശമാണത്. അത് തീർച്ചയായിട്ടും NTA അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇനിയൊരു റീ എക്സാമിനേഷൻ നടത്തണം എന്നൊന്നുമല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ അതൊരു സൊല്യൂഷൻ ആണോ? അതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയധികം ആളുകൾ വീണ്ടും ഇൻവോൾവ് ചെയ്യേണ്ട ഒരു പ്രോസസ് ആണ്. അത് ലൈക്ക് എത്രത്തോളം പോസിബിൾ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ല.
ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ലൈക്ക് ഈ പറഞ്ഞ ഇത്രയും അധികം റാങ്കുകൾ ഒരു സെന്ററിൽ നിന്ന് എങ്ങനെ വന്നു, എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്, അപ്പം അല്ലെങ്കിൽ ഇതിലുള്ള ഒരു വിശ്വാസ്യത എന്ത് ചെയ്യും കുട്ടികൾക്ക് നഷ്ടപ്പെടും. ഇതിപ്പോ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആളുകളും ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ കുട്ടികളുടെ പേരിൽ വരെ ഈ പേര് അങ്ങനെ തന്നെയാണെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മതി. ഈ കുട്ടികളുടെ പേര് ഇത്രയേ ഉള്ളൂ, അവർക്ക് സെക്കൻഡ് നെയിം ഇല്ല, ഇവർക്ക് സർനെയിം ഇല്ല. പക്ഷെ അതൊക്കെ ഒരു കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് സർനെയിമും സെക്കൻഡ് നെയിമും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സ്കാം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഈ കുട്ടികൾ എക്സാമിന് അപ്ലൈ ചെയ്തത് മുതൽ ഇതിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വരെ ധരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ട് എന്നല്ല യഥാർത്ഥത്തിൽ പറയുന്നത്. ഈ ഒരു കൺഫ്യൂഷൻസ്, ഈ അനോമലി കംപ്ലീറ്റ് ഇതിനൊരു ക്ലാരിറ്റി തരണം എന്നാണ് NTA-യോട് ഞങ്ങൾക്ക് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് കൊണ്ടുവരണം സാർ. അതായിട്ട് ഇത്രയും കോംപ്ലക്സിറ്റി ഉള്ള ഒരു എക്സാമിനേഷൻ ആയിട്ട് അതിനെ കണ്ടക്ട് ചെയ്താൽ തന്നെ അത് ഭയങ്കരമായി എന്ത് ചെയ്യാം, ലീക്കിനും ഓരോ ചാൻസ് വളരെ കൂടുതലാണ്. അത് കംപ്ലീറ്റ്ലി എന്താക്കി മാറ്റണം, ലൈക്ക് ഓൺലൈൻ ആക്കി മാറ്റണം. ഇതിനൊരു ക്ലാരിറ്റി എന്ത് ചെയ്യണം, കൃത്യമായി കൊടുക്കണം. ഇനി ലീക്കേജ് ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയധികം മാർക്കുകൾ ലൈക്ക് എത്തിയത് ഓഫ് കോഴ്സ് എക്സാം സിമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ലൈക്ക് ബയോളജി എളുപ്പമായത് കൊണ്ടാവാം, കോമ്പറ്റീഷൻ കൂടി. പക്ഷെ ഇത്രയധികം കട്ട് ഓഫിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് ഈ പറഞ്ഞ പ്രശ്നങ്ങളും കൂടെ വരുമ്പോഴാണ് ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ല. ഈ മുഴുവൻ മാർക്ക് കിട്ടിയ കുട്ടികൾ ഒരിക്കലും നമ്മൾ നിസ്സാരാക്കുന്നില്ല. അവർക്ക് ഒരു പക്ഷെ ജെനുവിൻലി കിട്ടിയ കാര്യമായിരിക്കും അത്. അപ്പൊ അതങ്ങനെ ആവട്ടെ. അപ്പൊ നമ്മളതിൽ ക്ലാരിറ്റി മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ജെനുവിൻലി കിട്ടിയവരും കിട്ടാത്തവരും ഉണ്ടെങ്കിൽ ഈ കിട്ടിയവരുടെയും കൂടെ വാല്യൂ പോകുന്ന രീതിയിലാണ് സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ കൃത്യമായ ഒരു ക്ലാരിറ്റി NTA കൊടുക്കണം. കുട്ടികളുടെ ഭാഗത്തുനിന്ന് കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും സങ്കടത്തിലാണ്. കാര്യം ലൈക്ക് കട്ട് ഓഫ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിമ്മിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ലൈക്ക് ഞാൻ ആലോചിക്കുന്നത് 650, 645 ഒക്കെ എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും വർക്ക് ചെയ്തിട്ടാണ് അവിടെ എത്തിയിട്ട്. അത് മാത്രമല്ല എക്സാം എഴുതിയിട്ട് അവർ ഉറപ്പിച്ചതാണ്. ആ കുട്ടികളൊക്കെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് ഉറപ്പിച്ച് നിൽക്കുന്ന കുട്ടികളായിരുന്നു. അവർക്ക് മുമ്പിലേക്കാണ് ഇത്തരം ഒരു ഇടുത്തി പോലെ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരിക്കൽ ഓൾ ഇന്ത്യ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 680+ കേരള കിട്ടുള്ളൂ എന്ന് പറയുന്ന സമയത്തേക്ക് അത്രയുമധികം പ്രശ്നം. പക്ഷെ ഇനിയിപ്പോ പുതിയ വരാൻ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കട്ട് ഓഫ് കൂടിയാൽ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്, ഇനി വരാൻ പോകുന്ന ആളുകൾക്ക്. പക്ഷെ NTA-യോട് നമുക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. ഇതിനകത്തൊരു ക്ലാരിറ്റി കൃത്യമായി കൊടുക്കണം. മാത്രവുമല്ല ഈ പറഞ്ഞ മാക്സിമം ലൈക്ക് നെക്സ്റ്റ് ഇയർ തൊട്ടെങ്കിലും ഇതൊരു ഓൺലൈൻ എക്സാം ആയിട്ട് മാറ്റാൻ വേണ്ടിയുള്ള എഫേർട്ട്. ഒരിക്കൽ കൂടെ പറയട്ടെ, ആ 718, 719 ടൈം ലോസിനാണെന്നാണ് പറയുന്നത്. ആർക്കൊക്കെ ഏതൊക്കെ സെന്ററിൽ, അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തീർച്ചയായിട്ടും NTA-യുടെ മാത്രമല്ല വേറെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ടൈം ലോസ് വരുമ്പോൾ എന്താണ് ഒരു കുട്ടി ചെയ്യേണ്ടത്? അതെ ഒരു മിനിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് അതിനെ വാല്യൂ ചെയ്തത്, എത്ര മാർക്കാണ് അതിന് കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കുട്ടികൾക്ക് ഒരേ മാർക്കായിരുന്നോ? കുട്ടികളിലുള്ള ബാക്കി കുട്ടി ഈ 8 റാങ്ക് കിട്ടി 720 കിട്ടിയവർക്ക് ഇത് കൊടുത്തിട്ടുണ്ടോ? ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ഇത് കിട്ടുക? അടുത്ത തവണ എനിക്ക് ടൈം ലോസ് വന്നാൽ ഞാൻ എന്ത് കേസാണ് കൊടുക്കേണ്ടത്? ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ധാരണ നൽകേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വിനീതമായി NTA-യോടും ആവശ്യപ്പെടുകയാണ്. അതിന്റെ ഒരു എതിർപ്പും കൂടെ, ഇങ്ങനെ ഇലക്ഷൻ ഡേ പോലെ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ മീഡിയ മൊത്തത്തിൽ അങ്ങോട്ട് പോകുന്ന ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് റെസ്പോണ്ട്, ഇതൊരു ഭയങ്കര ഇത്രയും 24 ലക്ഷം പേരുടെ സ്വപ്ന തുല്യമായ ദിവസമാണ്. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്രയും കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷ വേറെ ഇല്ല. അങ്ങനത്തെ ഒരു പരീക്ഷ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടിന് അത് ഇത്രയും വലിയൊരു ദിവസം ഇത്രയും വലിയ റിസൾട്ട് വരുന്നതിന്റെ ഇടയിലേക്ക് കുത്തിത്തിരിക്കുക, പ്രൗഢി കളഞ്ഞ് അതിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അതിനെ റേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ എന്തോ ഒന്ന് NTA ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നത് എനിക്കും സാറ് പറയുന്ന പോലെ സാറ് ലൈക്ക് നമ്മളിപ്പോ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണോ എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നു. അപ്പൊ അതിനൊരു ക്ലാരിറ്റി കിട്ടും നമുക്ക് തോന്നുന്നു. നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കിട്ടും. ആൻഡ് ഇനി വരുന്ന കുട്ടികൾക്കും അത് യൂസ് ചെയ്ത് ഈ പറഞ്ഞ ഗ്രേസ് മാർക്ക് കിട്ടാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കിട്ടട്ടെ. അതല്ല എങ്കിൽ ഇതിനകത്ത് കൃത്യമായ ഒരു സ്കാം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. നീറ്റിന്റെ വിശ്വാസ്യത നിലനിർത്തട്ടെ. യെസ്, ഓക്കെ.